എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഫുക്കർ കോച്ച് വില്ലനെയും റൈസോയും അവരെ രണ്ടുപേരായിരിക്കും കാണിക്കുക. അവരുടെ രണ്ടുപേരുടെയും ബോഡിയിൽ അങ്ങനെ കത്തി എരിയാണ്. ഫുക്കർ കോച്ച് ആണെങ്കിൽ റൈസോട് കെഞ്ചും, പ്ലീസ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്. നമ്മുടെ രണ്ടുപേരും ജാസാണ്. നീ എന്നെ റിലീസ് ചെയ്യുന്ന അടുത്ത നിമിഷം തന്നെ ഞാൻ നിന്നെ റിലീസ് ചെയ്യാന്ന് പറയും. പക്ഷെ റൈസോ അവനങ്ങനെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഫുക്കർ കോച്ചിക്കാണെങ്കിൽ അവന്റെ നാക്കൊക്കെ വരണ്ട് അവൻ ചുറ്റുമുള്ളവരോട് വെള്ളത്തിന് വേണ്ടി കെഞ്ചിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെ ആണെങ്കിൽ ആരുമില്ല. നിലവിളി ശബ്ദം അതാരും കേൾക്കുന്നില്ല. റൈസോ അവനെ വീണ്ടും വീണ്ടും കളിയാക്കും. എന്തു പറ്റി? ആ ഒറോച്ചിയുടെ അസിസ്റ്റന്റായി നിന്ന് നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോ നിനക്ക് ഇത്തരത്തിൽ മുഖത്ത് ഇത്രയും നിസ്സഹായത ആയിരുന്നില്ല, മറിച്ച് ധാർഷ്ട്യവും അഹങ്കാരവും. അതുപയോഗിച്ച് ഒരുപാട് പേരെ നീ ഇല്ലാതാക്കി മാറ്റിയെന്ന് പറയും. ഇവിടെ ഫുക്കർ കോച്ചിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് വേദനയിൽ അവനങ്ങനെ കോൺഷ്യസ് ആയിട്ട് അടിച്ച് താഴെ വീഴും. അടുത്ത നിമിഷം നമ്മുടെ റൈസോ അവനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് കരയാണ്. കാരണം ഇത്രയും സമയം റൈസോ ആ ഒരു തീയുടെ ചൂടും ഉരുകുന്ന വേദനയും നിൽക്കുകയായിരുന്നു. അവന്റെ മുൻപിൽ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തോറ്റുപോയെന്ന് ഫുക്കർ കോച്ച് മനസ്സിലാക്കും. അതുകൊണ്ടാണ് അവൻ തോറ്റുമായിട്ടും തകർന്നു വീഴുന്നത് വരെ റൈസോ വെയിറ്റ് ചെയ്ത് നിന്നത്. റൈസോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ അവന്റെ ക്യാപ്റ്റൻ ഓടനെ കുറിച്ച് ആലോചിക്കും. അത്രയും തിളയ്ക്കുന്ന എണ്ണയിൽ അസിസ്റ്റൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് നേരം അവൻ പിടിച്ചു നിന്നു. അതിനുശേഷം അവരെ സേഫ് ആക്കി വലിച്ചെറിഞ്ഞതിന് ശേഷം അവൻ രക്ഷിക്കാനായിട്ട് സ്വന്തം സെൽഫ് സാക്രിഫൈസ് ചെയ്തു. അങ്ങനെ ഒരു ക്യാപ്റ്റന്റെ അസിസ്റ്റന്റ് ആണ് ഞാൻ. സോ ഓടന്റെ മകൻ മൊമന്റോസ്കിക്കും തായ്ലാൻഡിലുള്ള ജനങ്ങൾക്കും വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ വീഴുമ്പോഴായിരിക്കും നമ്മുടെ ജിംബൈക്ക് ചാടി വന്ന് ഇപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ചുറ്റുമുള്ള ഭാഗങ്ങളിലേക്ക് തളിച്ച് അവിടെയുള്ള സാമുറായ്സിനെ സേവ് ചെയ്യുക. ആണെങ്കിൽ ഇപ്പോൾ റൈസോയെ ശ്രദ്ധിക്കും. നീയും ഒരു സാമുറായി അല്ലേ? അതിനവൻ പറയും, അതെ, ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ ഫൈറ്റ് ചെയ്യണേ. ജിംബൈ ആണെങ്കിൽ അവനെ താങ്ങിയെടുക്കും. നീ സ്വന്തമായിട്ട് സെൽഫ് സാക്രിഫൈസ് ചെയ്ത് സഹായിക്കേണ്ട ആവശ്യമില്ല. അവനെ സഹായിക്കാൻ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ റൈസോയെ തൂക്കിയെടുത്ത് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ നേവി ഓഫീസർ അവൾക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഇനി ലൂഫിയെ കൊല്ലുക എന്നതാണ്. അവനാണെങ്കിൽ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ആ ടോപ്പ് ഫ്ലോറിലേക്ക് പോകാൻ ശ്രമിക്കും. പക്ഷേ അടുത്ത നിമിഷം അവന്റെ ബോഡിയിലൂടെ ഒരു സ്ക്വാഡ് അങ്ങനെ കുത്തി ഇറങ്ങാണ്. കുത്തിയത് മറ്റാരുമല്ല, സാക്ഷാൽ ഡ്രേക്ക്. അവനാണെങ്കിൽ ഷോക്കായി അങ്ങനെ പതിയെ തിരിഞ്ഞ് ഡ്രേക്കിനെ നോക്കും. ഓ നോ, ലാസ്റ്റ് ടൈം നീ എന്നെ ചീറ്റ് ചെയ്തു അല്ലേ? ഡ്രേക്ക് ആണെങ്കിൽ ടെററായിട്ട് ചിരിക്കും. അവനാണെങ്കിൽ അടിച്ച് താഴേക്ക് വീണ് അങ്ങനെ ജീവന് വേണ്ടി പെടയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ഫ്ലവർ ക്യാപിറ്റൽ കാണിക്കും. അവിടെ എല്ലാവരും സന്തോഷമായിട്ട് ആ ഒരു വലിയ ട്യൂൺ അങ്ങനെ പറത്താൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ചിരിപ്പെണ്ണാണെങ്കിൽ അവളുടെ പപ്പയെ കാണാനുള്ള ആഗ്രഹം അത് ആ ബലൂണിൽ എഴുതി മുകളിലേക്ക് പറത്തി വിടും. പപ്പ, എന്റെ വിഷ് അത് മുകളിലേക്ക് വരികയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ സാധിച്ചു തരണം എന്ന് പറഞ്ഞ് ആണെങ്കിൽ സന്തോഷത്തോടു കൂടെ ആ ബലൂണിനെ തന്നെ നോക്കും. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ കൈഡോയെ പിടിച്ച് വലിച്ച് പുറഞ്ചം പോലും കൊടുക്കാതെ അങ്ങനെ തല്ലി കൊല്ലുകയാണ്. കൈഡോ ആണെങ്കിൽ ലൂഫിയുടെ അടി അതൊന്നും വിടാതെ കൊണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കൈഡോ ആണെങ്കിൽ ലൂഫിയുടെ പഞ്ച് ശ്രദ്ധിക്കും. ഒരു റബ്ബർ ബാനായ ലൂഫി അവനാണെങ്കിൽ ഇപ്പോൾ കൈ ബെൻഡ് ചെയ്താണ് കൈഡോയെ അറ്റാക്ക് ചെയ്യുന്നത്. അവനെ കൂടെ ഇതെങ്ങനെ സാധിക്കുന്നു ചിന്തിച്ച് ആ ടെക്നിക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് കൈഡോ ശ്രമിക്കും. ആ ഗ്യാപ്പിൽ ലൂഫി ആണെങ്കിൽ സ്നേക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞ് മറ്റൊരു പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കൈഡോ ആണെങ്കിൽ അത് ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്ത് ലൂഫിയുടെ പുറകിൽ ആഞ്ഞൊരട്ടി. ആ ഒരു അടിയിൽ ലൂഫി അങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. ാണെങ്കിൽ അവന്റെ കലി കയറി വരും. അവൻ ചാടി വന്ന് വീണ്ടും പുറഞ്ചം കൈഡോയെ ആഞ്ഞടിക്കും. കൈഡോ ആണെങ്കിൽ അവന്റെ ഡ്രിങ്ക്സ് ബോട്ടിൽ അതെടുത്ത് വീണ്ടും ഡ്രിങ്ക്സ് അടിക്കുകയാണ്. ഓ നോ, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ വീണ്ടും ഡ്രിങ്ക്സ് അടിക്കുമെന്ന് ഇപ്പൊ ലൂഫി ചോദിക്കും. അതിന് കൈഡോ ആണെങ്കിൽ ടെററായി അവനെ നോക്കി പറയും, നിനക്ക് മാത്രമല്ല എനിക്കും ഇനി നിന്റെ പഞ്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ലൂഫിയുടെ പഞ്ചുകൾ മുഴുവൻ ഒന്നും വിടാതെ കോപ്പി ചെയ്ത് കൈഡോ ആണെങ്കിൽ ഇപ്പൊ ലൂഫിക്ക് നേരെ തന്നെ ഉപയോഗിക്കുകയാണ്. കലിയടങ്ങാത്ത കൈഡോ ആണെങ്കിൽ ലൂഫി അങ്ങനെ മുകളിലേക്ക് തൂക്കിയെടുത്ത് ബ്ലാസ്റ്റ് ബ്രീത്ത് അറ്റാക്ക് അത് ഉപയോഗിക്കുകയാണ്. അതങ്ങനെ ആയിട്ട് ലൂഫിയുടെ ബോഡിയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് അവൻ അങ്ങനെ താഴേക്ക് പോകും. യമട്ടോ ആണെങ്കിൽ ഷോക്കായിട്ട് ആ കാഴ്ച നോക്കി നിൽക്കും. കൈഡോ ആണെങ്കിൽ ബൗൺസ്മാൻ ആയിട്ട് മാറി വീണ്ടും ലൂഫിയെ ഒരു പഞ്ചൂടെ കൊടുത്ത് താഴേക്ക് അങ്ങനെ അവനെ പോലെ അട്ടിച്ചിരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മുടെ ലൂഫി അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് മുകളിലേക്ക് ചാടി വരും. ആണെങ്കിൽ അവന്റെ ദേഷ്യം കൂടി വരും. കൈഡോ, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്രകാരം ചെയ്യും? ഞാൻ ആരാണെന്നും എന്റെ പവർ എന്താണെന്നും നീ അറിയാനായിട്ട് പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ എയർ വാക്ക് ചെയ്ത് മുകളിലേക്ക് വരികയാണ്. ലൂഫി ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവന്റെ 4th ഗിയറിലേക്ക് മാറും. അത് കണ്ട കൈഡോ ആണെങ്കിൽ അവന്റെ ഫയർ അറ്റാക്ക് അത് ലൂഫിക്ക് നേരെ നടത്തും. ലൂഫി അറ്റാക്ക് എല്ലാം തട്ടിത്തെറിപ്പിച്ച് കൈഡോയെ ലക്ഷ്യമാക്കി പോവാണ്.
ലൂഫി ക്ലോസ് തന്നെ താമസം കൈഡോ അവന്റെ വാ തുറക്കും. ലൂഫി ആണെങ്കിൽ വായിൽ അങ്ങനെ പെട്ടുപോവാണ്. കൈഡോ ആണെങ്കിൽ ഞൊടിയിടയിൽ അവന്റെ വാ അത് അടച്ചു വെക്കും. ലൂഫി വാ തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വായിൽ പഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ കൈഡോ അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് വാ അടച്ച് തന്നെ പിടിക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ സർവ്വശക്തി എടുത്ത് ഇപ്പൊ കൈഡോയുടെ വായിൽ ആഞ്ഞ് പഞ്ച് ചെയ്യും. ആ ഒരു പഞ്ചില് അവൻ വാ തുറക്കും. ലൂഫി പുറത്തേക്ക് വരും. ഇതൊക്കെയാണെങ്കിൽ കാര്യം പിടികിട്ടും. ലൂഫി അവൻ പണ്ട് കണ്ടതുപോലെ ആ ചെറിയ പയ്യനല്ല. അവന്റെ പവർ അതിപ്പോ വളരെയധികം കൂടിയിരിക്കുന്നു. ഏത് നിമിഷവും അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാനുള്ള അത്രയും പവർ ഇപ്പോൾ ലൂഫിയുടെ പക്കലുണ്ട്. അതുപോലെ തന്നെ ലൂഫിയുടെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. കാരണം കൈഡോ അവന് ലൂഫി ഒരു കട്ട കോമ്പറ്റീറ്റർ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. സോ ഇനി ഏത് വിധേനയും ലൂഫിയെ തോൽപ്പിക്കാനായിട്ട് അവൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഒരു സെക്കൻഡ് കണ്ണടച്ച് അങ്ങനെ വയലറ്റ് പെണ്ണിനെയും ഐലാൻഡിലുണ്ടായിരുന്ന ഒരുപാട് സാധാരണ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കും. അവരാണെങ്കിൽ ഇഡോയുടെയും ഒറോച്ചിയുടെയും ഭരണത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഭക്ഷണം പോലും ഇല്ലാതെ പട്ടിണിയും പരിവട്ടമായിട്ടാണ് ജീവിച്ചു വന്നത്. അവരിനി അങ്ങനെ ജീവിക്കാനായിട്ട് പാടില്ല. ഈ ദുഷ്ടന്മാരെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ഗിയറിലുള്ള ലൂഫി ആണെങ്കിൽ അവന്റെ റൈറ്റ് ഹാൻഡ് അത് ജയന്റ് ഹാൻഡ് ആക്കി മാറ്റി അവന് നേരെ ഞൊട്ടിയിടയിൽ പാഞ്ഞടുക്കും. ലൂഫി ആണെങ്കിൽ കൈഡോട് ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് അല്പമെങ്കിലും മനസാക്ഷിയുണ്ടോ? പാവപ്പെട്ട ആ ജനങ്ങളെ അവർ നീ ഒരുപാട് ഉപദ്രവിച്ചു. ഒരല്പം നല്ല വെള്ളം പോലും നീ അവർക്ക് കൊടുക്കാൻ തയ്യാറായില്ല. ആ പോയിസൺ വാട്ടർ കുടിച്ച് ഒരുപാട് പേര് മരണമടഞ്ഞു. അതിനവനാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, എന്റെ മുൻപിൽ പവർഫുൾ ആയവർക്ക് മാത്രമാണ് വില. അവരെല്ലാവരും എന്നോട് ഫൈറ്റ് ചെയ്ത് തോറ്റുപോയവരാണ്. എന്നോട് മല്ലിട്ട് നിൽക്കാൻ കഴിയാത്ത തോൽവികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കില്ല. ആരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീയും ഇപ്പൊ എന്റെ വലിയ ശത്രുവാണ്. നീയും നിന്നും എന്റെ ടീമിൽ നിന്നും യാതൊരു കാരുണ്യവും അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് പാഞ്ഞടുക്കും. കൈഡോ ആണെങ്കിൽ ആ സാമുറൈസിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് വേറി ഇളകുകയാണ്. ലൂഫി, നിനക്കും അവരെ പോലെ തന്നെ വലിയ പവറൊന്നുമില്ല. നിന്റെ പവർ എന്താണെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ നീ കാണിക്കാനായിട്ട് പറയും. അത് കേട്ട് ലൂഫി അവന്റെ സർവ്വ പവറും എടുത്ത് ഇപ്പൊ കൈഡോയ്ക്ക് നേരെ കൊതിച്ചു പായും. ലൂഫി കൈഡോയുടെ ക്ലോസ് തന്നെ താമസം കൈ അങ്ങനെ നീട്ടി കൈഡോയുടെ ദേഹത്ത് ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ കൈഡോ തകരുകയാണ്. ലൂഫി ആണെങ്കിൽ വീണ്ടും പഞ്ചിന് തയ്യാറെടുക്കും. കാരണം ഇത് ലൂഫിക്ക് പറ്റിയ അവസരമാണ്. അവന്റെ ഫോർത്ത് ഗിയർ എത്ര സമയം അവനെ കൊണ്ട് യൂസ് ചെയ്യാൻ കഴിയുമെന്ന് ലൂഫിക്ക് യാതൊരു ധാരണയുമില്ല. സോ വീണ്ടും അവൻ അടിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ കൈഡോ അവന്റെ കൈ നീട്ടി ലൂഫി ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ തുളുമ്പി ലൂഫി ദൂരേക്ക് തെറിക്കും. ലൂഫിക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം ഇപ്പൊ അവൻ തോറ്റു മടങ്ങിയ പിന്നെ ഒരിക്കലും അവനെ കൊണ്ട് ജയിക്കാൻ കഴിയില്ല. സോ ഞൊട്ടിയിടയിൽ അവൻ വീണ്ടും പവർ ഗെയിൻ ചെയ്ത് കൈഡോയ്ക്ക് നേരെ വരും. കൈഡോയും ലൂഫിയും അവർ രണ്ടുപേരും ഫുൾ പവറിൽ അങ്ങനെ ഫേസ് ടു ഫേസ് പാഞ്ഞടുക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ CP-09 ഒരു നേവി മെമ്പർ അവൻ ചാടി വന്ന് എക്സ്പെക്റ്റഡ് ആയിട്ട് ലൂഫിയുടെ തലയിൽ ആഞ്ഞൊരിട്ടി. ചോര അങ്ങനെ തെറിച്ച് ലൂഫിക്ക് താഴേക്ക് പോവാണ്. ാണെങ്കിൽ ആ ഒരു രംഗം കാണുമ്പോൾ ഓടനെ ഓർമ്മ വരും. ആ ഒരു ഗ്രാൻഡ്മ അവര് മൊമൻഡോസ്കിയുടെ രൂപം കാണിച്ചാണ് ഓടനെ ആയിട്ടുണ്ടായിരുന്ന ഫൈറ്റിൽ ഡൈവേർട്ട് ചെയ്തത്. അതുപോലെ തന്നെ CP-9 ടീം ഇപ്പോ ലൂഫിയെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. കാരണം അവൻ കൊണ്ട് ലൂഫിയെ ആഞ്ഞടിച്ച് തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അത് അവനെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.